ഗൈസ്, 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായില്ല. കാരണം ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കയറിയൊരു കൂട്ടുകാരൻ്റെ മകളെ കിട്ടിയതാണ്. മദ്യത്തിൻ്റെ അവർക്ക് വീട്ടിൽ കയറി എന്നെയും പെണ്ണിനെയും തല്ലിയതാണ്. എനിക്കിവിടെ ഇടി കിട്ടിയിട്ട് എൻ്റെ 3 വാരിയെല്ലിന് പൊട്ടുണ്ട്. ഇത് കാരണം എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ട് തിരിയാനോ എണീക്കാനോ സഹായമില്ലാതെ എണീക്കാനോ നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പെരുമ്പാവൂർ സാംജോ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയിരിക്കണത്. എന്താ പറയാ, അഡ്മിറ്റ് ആയിട്ട് ഇപ്പോൾ 3 ദിവസത്തോളമായി. പിന്നെ അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് വേദനയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. പിന്നെ ഇനി ഡോക്ടർ വന്നിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് ബാക്കിത്തെ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ജോലിയും കാര്യങ്ങളൊന്നും ഒക്കെ സെറ്റായി വന്ന് എല്ലാം ഒന്ന് റെഡി ആവുമെന്ന് വിചാരിച്ചാൽ ഇതിനൊന്നും ഇങ്ങനൊരു പണി കിട്ടി. ഇനിയൊരു 5-6 മാസം, ഒരു 7 മാസത്തോളം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. കട്ടലയിൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാരണം എന്ന് വെച്ചാൽ ഇനി പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അത് കാരണം യൂട്യൂബിലൂടെ കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിച്ചാൽ ഇപ്പോൾ ഒരു 139 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 139 പേർക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരു മോണിറ്റൈസേഷൻ ആവാൻ പാകത്തിന് സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് യൂട്യൂബിൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. അല്ല, അങ്ങനെ പൈസ കിട്ടിയാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു റൂമാണ്. ഈ റൂമിൽ ഒരു ഭാര്യ കിടപ്പുണ്ട്, പിന്നെ ഞാനും 2 പേരേ ഉള്ളൂ. 2 പേരെ ഇവിടെ ഉള്ളൂ. 4 പേരുടെ റൂമാണ്. അങ്ങനെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി കട്ടലയിൽ നിന്ന് എണീക്കണ എന്താണെന്ന് അറിയില്ല. വല്ലാത്തൊരു അടിയായി പോയി. 3 എല്ല് പൊട്ടണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫോഴ്സൊക്കെ ഒന്ന് ആലോചിച്ചേക്കും. അത്രയും വലിയൊരു സംഭവമായി. പക്ഷെ ഇതിൻ്റെ ഒരു കേസ് കൊടുത്തായിരുന്നു. പക്ഷെ വീടിൻ്റെ അടുത്തുള്ള ആളായതുകൊണ്ട് കേസൊന്നും അത്ര മുടക്കണ്ടാകുന്നൊക്കെ എല്ലാവരും പറഞ്ഞതിന് ഒരായിട്ട് ഞാൻ കേസൊന്നും ആക്കിയില്ല. എന്നിട്ട് ഞാൻ കോംപ്രമൈസ് ആക്കി. പക്ഷെ പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ കേസ് കഴിഞ്ഞപ്പോൾ കോംപ്രമൈസായി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പൈസ കിട്ടാതായി. പിന്നെ ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ആയപ്പോഴാണ് പിന്നെ കുറേ പേരെ വിളിച്ചിട്ടാണ് അവർ പൈസ തരാൻ വില്ലിങ് ആയത്. അല്ലാതെ ഞങ്ങൾ പെട്ടുപോയാണ്. ഇപ്പം ആശുപത്രി ബില്ല് തന്നെ അത്യാവശ്യം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഡ്മിഷൻ ഫീ തന്നെ 5000 രൂപ ആയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് മരുന്നിൻ്റെ ചിലവ് 1146 രൂപ. അത് ഫസ്റ്റ് ദിവസത്തെ കേട്ടോ. ഇപ്പോൾ 3 ദിവസമായി വന്നിട്ട് ഇതുവരെ വേറെ ബില്ലുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ബില്ലുകളും കാര്യങ്ങളൊക്കെ വരാനിരിക്കണുള്ളൂ. അപ്പോൾ എനിക്ക് എന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ എന്താ ചെയ്യുക, ഇങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കി തരണേ. കാരണം ഇനി പണിക്ക് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ ചെറിയ റവന്യൂ കിട്ടിയാൽ ജീവിക്കാനൊരു മാർഗമാവുക. അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാവാൻ നോക്കുക. എല്ലാവരോടും അത്രയൊക്കെ പറയാനുള്ളൂ. ശരി. ഇവിടെ കേട്ടോ ഏട്ടൻ കിടക്കണ
നമ്മുടെ റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം സജ്ജീകരണങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു ബായി കിടക്കുന്നുണ്ട്. പുള്ളിക്കും എന്തോ ഇതായിട്ട് കിടക്കണയാണ്. അതെ, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളും പരിചരണങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാവരും നല്ല രീതിക്കാണ് നമ്മളോട് പെരുമാറുന്നതും എല്ലാം ചെയ്യണത്. പിന്നെ ഇത് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇവിടെ. കണ്ടതാണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളും. ഇവിടെയൊക്കെ എപ്പോഴും ചേച്ചിമാർ വൃത്തിയാക്കി കഴുകും. നല്ല വൃത്തിയും മെനയായിട്ട് തന്നെ കിടക്കണേ. ഞങ്ങൾ മുറിയൊന്നല്ല എടുത്ത ഒരു വാർഡാണിത്.